മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം 2025 ഫെബ്രുവരി 24 തിങ്കളാഴ്ച മുതൽ മാർച്ച് 2 വരെയുള്ള നിങ്ങളുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, കേതു കന്നി രാശിയിലും, സൂര്യനും ശനിയും ബുധനും കുംഭം രാശിയിലും, ശുക്രനും രാഹുവും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. കുംഭം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഫെബ്രുവരി 27 തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. അതിനാൽ ബുധൻ നീചസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച ധനുവും മകരം കുംഭം മീനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും. കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ്. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് ജോബ് ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. മേലധികാരികൾ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പ്രശംസിക്കുന്നതാണ്. വ്യാപാരി വ്യവസായികൾക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ സ്റ്റാറ്റസ് ലെവലിൽ നല്ല വർധനവ് ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. അതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാനും പാടില്ല. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ കാര്യങ്ങളിൽ ചില സമയത്ത് തടസ്സങ്ങൾ വരാൻ ഇടയുണ്ട്. അതിനാൽ നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. യാത്രകൾ ചെയ്യുമ്പോൾ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറുന്നതും അതെല്ലാം പൂർണ്ണമാകുന്നതുമായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതാണ്. ഫാമിലിയുടെ എല്ലാ സപ്പോർട്ടും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. പുതുതായി ജോലി ലഭിച്ചവർക്ക് അതിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. വിവാഹത്തിന് തടസ്സങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതെല്ലാം മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്
ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മൃഗങ്ങളിൽ നിന്നും പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട്. ഇത് ചിലപ്പോൾ ധാർമ്മിക കാര്യങ്ങളും ആകാം. ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും. ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 1 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. യഥാസമയം വൈദ്യസഹായം തേടുന്നത് ശുഭകരമായിരിക്കും. ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ പെൻഡിങ്ങായി കിടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ച ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് തിരിച്ചു കിട്ടിയെന്നും വരില്ല. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ആരോഗ്യം വീണ്ടെടുക്കുന്നതാണ്. ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും പ്രോഗ്രസ് കാണുവാൻ സാധിക്കുന്നതാണ്. വളരെ കാലമായി കാണാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിയെ, അത് ബന്ധുവോ സുഹൃത്തോ ഒക്കെ ആകാം, കാണുവാൻ സാധിക്കുന്നതായിരിക്കും. സന്താനപക്ഷത്തു നിന്നും നല്ല സഹകരണം ലഭിക്കുന്നതാണ്. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. പൊതുരംഗത്ത് കാര്യങ്ങൾ ചെയ്യുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി മകം പൂരം ഉത്രം 1-ാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. പഠനത്തിലും നല്ല പ്രോഗ്രസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. നേരത്തെ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഭാവിയിൽ നല്ല പ്രോഗ്രസ് നേടുവാൻ സാധിക്കുന്നതായിരിക്കും. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ്. ഇത് അവരുടെ വിദ്യാഭ്യാസം, ദാമ്പത്യ ജീവിതം, കരിയർ, ആരോഗ്യം, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ സംബന്ധിച്ചൊക്കെ ആകുവാനും സാധ്യതകളുണ്ട്. ആഴ്ചയുടെ മധ്യസമയത്ത് ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും. പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. വിവാഹത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹം നടക്കാനും മറ്റും യോഗമുണ്ടാകുന്നതായിരിക്കും. വീക്കെൻഡ് അത്ര ശുഭകരമായിരിക്കത്തില്ല. യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ അധികം ചെയ്യാൻ പാടില്ല. എപ്പോഴും കുറച്ച് പൈസ പക്കൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. അഥവാ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി ചെക്ക് ചെയ്യണം. പിന്നീട് ഡിസ്പ്യൂട്ട് വരാതിരിക്കുവാൻ അത് സഹായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ മധ്യസമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ശുഭ റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും. ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും. ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ല. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഇളയ സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകും.
ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. കുടുംബസ്വത്തിൽ വിവാദങ്ങളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാനും സാധ്യതകളുണ്ട്. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത്. വാഹനത്തിൻ്റെ റിപ്പയറിങ്ങിനും മറ്റും കൂടുതൽ പൈസ ചിലവഴിക്കേണ്ടി വരും. എങ്കിലും നിങ്ങളത് മാനേജ് ചെയ്യുന്നതുമായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധന ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം സാമാന്യമായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ സമയത്ത് വൈദ്യസഹായം തേടുന്നത് ശുഭകരമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ടയടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ധനസംബന്ധമായ കാര്യങ്ങളിൽ പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. ഇത് സാമ്പത്തിക സ്ഥിതികൾ ബെറ്ററാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ആകർഷത ഉണ്ടാകുന്നതായിരിക്കും. കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് വളരെ സഹായകരമാകുന്നതുമായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ അവസാന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് എടുത്തുചാടിയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം അടങ്ങുന്ന ധനുരാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധന ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് ഇമോഷണലായി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. നല്ല പോസിറ്റീവ് അപ്രോച്ചോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. വരുമാനത്തിൽ വർധന ഉണ്ടാകും. വ്യാപാരി വ്യവസായികൾക്ക് ഈ സമയത്ത് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. കരിയറിലുള്ളവർക്കും സമയം വളരെ അനുകൂലമായിരിക്കും. ഓഫീസ് കാര്യങ്ങൾ സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും. സഹോദരങ്ങളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതുമായിരിക്കും. വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 6 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ അടങ്ങുന്ന മകരം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകളിൽ കുറച്ച് വർധന ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തെ ആർക്കെങ്കിലും വേണ്ടി ആശുപത്രി ചിലവുകളും ചെയ്യേണ്ടി വരും. ജോലിസ്ഥലത്തും നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. പിതാവിൻ്റെ കുടുംബത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട്. ഓഫീസിൽ നന്നായി പെർഫോം ചെയ്യുന്നതിനാൽ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ ഉള്ളതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന കുംഭം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും. കാര്യങ്ങൾ എല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ മാറിക്കിട്ടുന്നതുമായിരിക്കും. കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ആർക്കും പൈസ
കടം കൊടുക്കാനോ പൈസ ആരോടെങ്കിലും പക്കൽ നിന്ന് കടമെടുക്കാനോ പാടില്ല. ഉള്ള പൈസ കൊണ്ട് മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4-ാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ്. ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും. കരിയറിൽ നല്ല ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതാണ്. ഓഫീസിൽ എല്ലാവരുടെയും സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾ കർമ്മരംഗം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ്. പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങളുടെ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. സ്റ്റാറ്റസ് ലെവലും വർദ്ധിക്കുന്നതാണ്. പക്ഷേ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ബജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. ജോലിസ്ഥലത്ത് ആരുമായും വിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ചിലപ്പോൾ ഇത് കരിയറിൽ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ച് ധൃതി പിടിക്കാതെ വേണം ചെയ്യുവാൻ. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇതാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.